തുടരും സിനിമയിൽ ശോഭനയ്ക്ക് പകരം ആശാ ശരത്തിനെയായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നൊരു കഥ കേട്ടു. സത്യമാണോ? അല്ല, തുടരും എന്ന സിനിമയിൽ ആദ്യം ഇതൊക്കെ തുടരും എന്നുള്ള സിനിമയ്ക്ക് മുമ്പ് ഇത് ബെൻസ് വാസു എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ഉം, ആദ്യകാലത്ത്. പിന്നീട് ആ കഥ സ്ക്രിപ്റ്റ് മാറി 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 ഉം, അന്ന് അതിൻ്റെ സംവിധായകൻ വേറെ ആളായിരുന്നു, ഉം, അന്നത് ഹീറോ വേറെ ആളായിരുന്നു. ഉം. ആ കാലത്ത് ഞാനായിരുന്നു. ഓ, അത് ശരി. അതിനുശേഷം അത് കഴിഞ്ഞ് വന്നു, തിരിച്ച് ലാലേട്ടനിൽ വന്നു. ഉം, ലാലേട്ടന് വന്ന സമയത്തും ഈ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ആയിരുന്നില്ല, വേറെ അങ്ങോട്ട് വന്ന സമയത്തും ഞാനായിരുന്നു. ഞാനായിരുന്നു ആ കഥ കേട്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ആദ്യം ഈ ശരിക്കും സ്ക്രിപ്റ്റ് നമ്മളോട് സംസാരിക്കുന്നതെല്ലാം അന്ന് ലാലുച്ചേട്ടനായിരുന്നു, സിദ്ദിഖ് ലാൽചേട്ടനായിരുന്നു നായകൻ. ഉം. ഞാനായിരുന്നു ആ കഥാപാത്രം ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് നമ്മൾ കുറേ കഥയിൽ അവിടെ ഇവിടെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ബേസിക് സ്ക്രിപ്റ്റ് സെയിം ആണ്, പക്ഷെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതിനുശേഷം പിന്നീട് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ദൃശ്യം കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഉള്ളൊരു കാലം. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു, കഥകളെല്ലാം മാറി കഴിഞ്ഞപ്പോൾ കഥാപാത്രം എല്ലാം മാറി. അങ്ങനെയാണ് ഈ പ്രൊഡക്ഷനും ഈ ഡയറക്ടറും ഒന്നും വന്നപ്പം എന്നെ സമീപിച്ചിട്ടേ ഇല്ല. അതിന് മുന്നേ ഉള്ള സമയത്തായിരുന്നു ആണ്. ഇനി അടുത്തത് കേട്ടത് ദൃശ്യം 3-യിൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന നിങ്ങളുടെ അത്രമാത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്ന് ജീത്തു ജോസഫ് പറഞ്ഞിരുന്നു. അഭിനയിച്ച ഒരാളെന്നുള്ള നിലയിൽ ചേച്ചിക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഞാനും നിങ്ങളെപ്പോലെ ഏപ്രിൽ 2 കാത്തിരിക്കുന്നു. ഈടാ. മിടുക്കിയാണ്.